ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വല ഇട്ടിട്ടുണ്ട്. നമ്മൾ ആ വല എടുക്കാൻ വന്നിരിക്കുക. അല്ലാതെ ഇവിടെ മുതൽ നമ്മൾ പടിഞ്ഞാട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ നല്ല ഒഴുക്കാണ്. എങ്ങനെയാണെന്നറിയാൻ പറ്റില്ല. ഇന്നലെ ഇത്രയും ഒഴുക്കില്ലാഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ വല ഇട്ടത്. ആ മരത്തിൻ്റെ അടി കയറിപ്പോയി വല. മരം വീണ് കിടക്കുന്നതിൻ്റെ അടി കയറി. ഇനി അത് വലിച്ച് എടുക്കണം. അപ്പോൾ കുറച്ചൊക്കെ വല കീറും. ഞാൻ മുഴുവൻ അഴുക്ക് പിടിച്ച് കിടക്കുക. ഫസ്റ്റിലെ മഞ്ഞക്കുരിയാണ് നമുക്ക് കിട്ടുന്നത്. ഈ വലയിലെ അഴുക്കുണ്ട്. ഈ വല റെഡിയാക്കാനാണെങ്കിൽ വലിയ പാടാണ്. ഇതുകൊണ്ടോ പൊടി അഴുക്കാണ് ഈ വല. ഇതിനെ ഉപേക്ഷിച്ചാൽ മതി. വീണ്ടും ഒരു കുറുവ മഞ്ഞപ്പൂരിയ വല പോയി. വലയിൽ അഴുക്ക് പിടിച്ചു പോയത് കൊണ്ടാണ് മീൻ കിട്ടാവുന്നത്. എന്തായാലും നമുക്ക് വലിക്കാം. ഇത്ര അഴുക്ക് പിടിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ചെറിയ കരിമീൻ വെള്ളത്തിൽ വല പോയി. ഇനി ഇതിലൊന്നും ചെയ്യാനില്ല. വീണ്ടും ഒരു കരിമീൻ വെള്ളത്തിലുണ്ട്. കിടക്കട്ടെ. വേണ്ടേ കരിമീൻ വെള്ളത്തിൽ കല്ലടാമുട്ടിയാണ് കിട്ടിയത്. ഇവിടെ ഒരു കുറുവായോ ഭയങ്കര ഒഴുക്ക. മഞ്ഞക്കുരിയ രണ്ടെണ്ണം. മടല നമുക്ക് കരക്ക് കളയാനൊത്ത്. കുറുവയാണ്, ചൂളിയാണ്. 150. എല്ലാം ആകെ നാശമായി. ഈ വല ഇവിടെ കൊണ്ട് തീർന്ന്. ഇത് നമുക്ക് അങ്ങോട്ട് തള്ളി മാറ്റി വെച്ചിട്ട് അടുത്ത വല എടുക്കാം. ഉടക്കിരിക്കുക. ഭയങ്കര ഉടക്കം. മരം കമ്പ. ഇത് നാരകമാണ്. ഇതേ കണ്ടോ, മുള്ള് നിൽക്കുന്നുണ്ട്. പിന്നെ മല അങ്ങ് പോയി ഉടക്കിന് വന്ന് പിന്നെയും കയറും. ഇത് എങ്ങനെ എടുക്കും? ഇത് വെട്ടിക്കളയുന്നവർ കരയ്ക്ക് എവിടെയെങ്കിലും ഇട്ട് തീ കത്തിച്ച് കളഞ്ഞാൽ ഉടക്കി ഇത് കീറി പോന്നതാ. എന്ത് പറയണം? എന്ത് സാധനമാണേലും വെട്ടി ആറ്റിലോട്ട് കളയും. ആ വലയുടെ അവസ്ഥ, ആദ്യം വലിച്ച വലയുടെ അവസ്ഥ തന്നെയാണ് ഈ വലയ്ക്ക്. ഇവിടെ പിന്നെയും ഇവിടെ
വല കീറിയ ഊരുന്നത് ഉടക്ക അപ്പടി അഴുക്ക. അങ്ങ് പോവുക. ഇതിലാദ്യം കിട്ടുന്ന മീന. അടിപൊളി ഒരു കാര്യമുണ്ട്. മഞ്ഞക്കുരി രണ്ടല്ല, അത് ഒരെണ്ണവും കൂടെ ഉണ്ടായിരുന്നു. നല്ല ഉണ്ട്, അത് കുറവായ. പിന്നെ ഉടക്ക് സൂപ്പറൊരു കാര്യം. ഉളകൻ, തൂളി, അത് കമ്പ്. സൂപ്പറൊരു കാര്യം. ഒരു കല്ലടാമുട്ടി. ഈ വില നമ്മുടെ ഇവിടെ കൊണ്ട് തീരുക. 2 കല്ലടാമുട്ടിയാണ് ഇവിടെ അടുപ്പിച്ചുടക്കി കിടക്കുന്നത്. ഈ വില തീർന്നു. ഇനി നമുക്കൊരു വലയുടെ വലിക്കാനുണ്ട്. വലയുടെ ലക്ഷണം കുറുവായ. ഞാൻ മുഴുത്ത കുറുവായല്ലേ കിട്ടത്തുള്ളൂ, 65 ആയതുകൊണ്ട്. ഉടക്ക് പിടിച്ച അവിടെ ഒരു മഞ്ഞക്കുരി ഉണ്ട്. എന്നാ ചെയ്യും. വലയൊക്കെ നമ്മൾ ഒരു വിധത്തിൽ എടുത്തുകൊണ്ട് വന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം മീൻ എടുത്തിട്ട് ബാക്കി കാര്യം കാണിച്ചു തരാം. ഇത് മാത്രം മീനുണ്ടായിരുന്നു. ഈ വലയെല്ലാം പോയി. ഇനി നമുക്ക് ഇത് ശരിയാക്കി എടുക്കാനൊക്കത്തില്ല. കാര്യം അത്രയും അഴുക്കാണിത്. അഴുക്കെന്ന് പറഞ്ഞാൽ കമ്പാണ്. ഇത് കണ്ടോ? ഇനിയും മീനെടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ വീട്ടിൽ കടയിൽ വന്ന് വലയെല്ലാം ഇറക്കി ഈ വലയൊന്നും ഇനി ഉപയോഗിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഉപയോഗിക്കണമെങ്കിൽ ഒരു 4 ദിവസമെങ്കിലും ഒരു വലയ്ക്ക് പണിതാലേ നമുക്കത് ഉപയോഗിക്കാനൊക്കെ. എന്നാലും കണ്ണിയെല്ലാം പോയി കാണും. എന്തായാലും നമുക്ക് ഇന്ന് കിട്ടിയ മീനാണിത്. ഇത്ര മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഉണ്ടോ? കാരിയുണ്ട്, തൂളിയുണ്ട്, കുറുവായുണ്ട്, കല്ലടാമുട്ടിയുണ്ട്. അടിപൊളി കാര്യല്ലേ? അടിപൊളി കാര്യമാണ്. പൂളകനുണ്ട്. ഇത്ര മീനാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ഫേസ്ബുക്കിനകത്താണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.